ഓംകാര ഉപാസന പുരാതന കാലം മുതൽ ഓംകാര ഉപാസന മാത്രം ചെയ്ത് സിദ്ധി നേടിയ ആളുകളെ കുറിച്ച് പറയാറുണ്ട്. വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ സന്യാസ സ്വീകരിക്കുന്ന സമയത്ത് അവിടെ വളരെ പ്രായം ചെന്ന ഒരു സന്യാസി ശ്രേഷ്ഠനുണ്ടായിരുന്നു ഈ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ. അന്ന് ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. സ്വാമിയുടെ കൂടെ ഈ രാമകൃഷ്ണ സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രായം ചെന്നാണ്. അപ്പം അദ്ദേഹം തൻ്റെ കയ്യിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ഒരു പുസ്തകം സൂക്ഷിച്ചിരുന്നു എന്ന് പറയും. അപ്പം ആർക്കും അത് എന്താണെന്ന് അറിയില്ല. ആർക്കും അങ്ങനെ പെട്ടെന്ന് ഒന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ എന്താണെന്ന് പറയാനോ പറ്റത്തില്ല. അത്രയ്ക്ക് പ്രായമുള്ള ആളും ബഹുമാന്യനാണ്. ഇങ്ങനെ വിവേകാനന്ദ സ്വാമികൾക്ക് ഇത് എന്താണെന്ന് അറിയാനുള്ള അത്ഭുതമായ ആഗ്രഹം ഉണ്ടായി. ഒരിക്കലും ഇദ്ദേഹം അറിയാതെ ഇത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഓംകാരം മാത്രമേ ഉള്ളൂ. അത് മാത്രം കൊണ്ട് അദ്ദേഹം ജപിച്ച് ഇങ്ങനെ സിദ്ധിയുള്ള ആളായിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഓംകാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ വലിയ മന്ത്രങ്ങളുടെയൊക്കെ പുറകെ പോകുമ്പോൾ പ്രണവം എന്ന് പറയുന്ന ആ ഒരു മന്ത്രം കൊണ്ട് തന്നെ മുഴുവൻ മന്ത്രങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ്. 108ഓളം മീനിങ്സ് അതിന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള പല മന്ത്രങ്ങളുടെയും കൂടെ പുടിതമായിട്ട്, അപ്പം നമുക്കറിയാം ഓം നമ ശിവായ, ഓം നമോ നാരായണായ, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ പുടിതമായിട്ട് ഓംകാരം ചേർത്ത് ജപിക്കാറുണ്ട്. അപ്പം അങ്ങനെ മന്ത്രത്തിന് വലിയ പ്രാധാന്യമുള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി ഓംകാരത്തിലൂടെയാണെന്നാണ് പറയാം. ഈ 3 ശബ്ദം, ആദ്യം നാദം ഉണ്ടായി, ആ നാദം ഓംകാരമായിരുന്നു. അതിൽ 3 അക്ഷരങ്ങൾ അകാരം ഉകാരം മകാരം, അത് തന്നെയാണ് സാത്വികം താമസം രാജസമായിട്ട് മാറുന്നത്. ഇവരെയാണ് ത്രിമൂർത്തികളായിട്ട് പറയുന്നത്. ഇങ്ങനെ അതിൽ നിന്ന് വ്യത്യസ്തമായ സൃഷ്ടിയുടെ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പ്രാധാന്യം അതിന് വളരെ ഏറെ ഉണ്ട്. ബ്രഹ്മാവിൻ്റെ അടുത്ത് ഇതിങ്ങനെ എപ്പോഴും ഓംകാരം ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറയാം. ആ ഒരു മുഖരിതമായിട്ടിരിക്കുമെന്ന് പറയാം. തമ്പുരുവിൻ്റെ ശ്രുതി ഓംകാരമാണ്. അപ്പം അങ്ങനെ സംഗീതത്തിലൊക്കെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ശംഖ് നമ്മൾ വിളിക്കാറുള്ളതിൽ ശംഖ് ഓംകാരമാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ ആ ഓംകാരത്തിൻ്റെ ഒരു ധ്വനിയാണ് വരിക. അങ്ങനെ വാദ്യോപകരണങ്ങളിലൊക്കെ ഈ ഒരു ധ്വനിയുണ്ട്. ഓംകാരം വളരെ വിശേഷമാണ്. നമ്മുടെ ശ്വാസം സോഹം എന്നാണ് വരിക. ഇതിനിടയ്ക്ക് സോ എന്ന് പറയുന്ന തോം വന്നിട്ടാണ് ഹമ്മിലേക്ക് പോവുക. അപ്പം അങ്ങനെ ആ ശ്വാസം കൂടി ഇതിൽ നിയന്ത്രിതമാണ്. അപ്പം നമ്മൾ ഓംകാരം ജപിക്കുന്ന ശ്വാസം കൂടെ നിയന്ത്രിതമാകുമ്പോൾ മനസ്സ് കുറച്ചുകൂടെ സ്വസ്ഥമാകുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലി ചെയ്യാനൊരുങ്ങുമ്പോഴൊക്കെ പുറമേ ശബ്ദം കേട്ടില്ലെങ്കിൽ പോലും മനസ്സുണ്ടെങ്കിൽ ആ ഓംകാരം ജപിച്ചിട്ട് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അങ്ങനൊരു ശീലം ഉണ്ടായാൽ വളരെ നല്ലതായിരിക്കും. ഇപ്പം തന്നെ അറിയാം, നമ്മൾ ആദ്യത്തെ ഇപ്പോൾ ഒരു 4-5 ദിവസം അല്ലേ, ആദ്യത്തെ ദിവസത്തിനേക്കാളും എല്ലാവരും ഒരു ട്യൂണിലാണ്, ഒരു ലെവലിലാണ് ഇപ്പോൾ ഓംകാരം ജപിക്കുന്നത്. ആദ്യം ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ വേറെ ആൾ ഇങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെയാണ് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം അത് 5 ദിവസം കൊണ്ട് ഈ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായി ജപിച്ചാൽ എന്താണ് വലിയ മാറ്റം ഉണ്ടാവും. ശരി, അപ്പം നമ്മളിന്ന് രാവണാദികളുടെ പൂർവ്വകഥകളിലൂടെ പറയാം എന്നാണ് വിചാരിച്ചിരുന്നത്. സപ്തഋഷികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? വിശ്വാമിത്രനില്ല, പുലഹൻ, പുലസ്ത്യൻ, കൃതു, അത്രി, അങ്കിരസ്, വസിഷ്ഠൻ, ഭൃഗു, അഗസ്ത്യൻ. ഇങ്ങനെയാണ് സപ്ത ഋഷികളെ കുറിച്ച് പറയുന്നത്. അതിൽ ഒരാളാണ് പുലസ്ത്യൻ. പുലസ്ത്യൻ്റെ പുത്രനാണ്. ഇവരൊക്കെ സപ്തർഷികളെല്ലാം ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ്. ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ് ഈ സപ്ത ഋഷികളൊക്കെ. അപ്പം അവർ നല്ലൊരു ശതമാനം പേരും വലിയ ഋഷികളാണ്. നമ്മൾ പറയാറുണ്ട് ശിവൻ്റെ ശിഷ്യന്മാരായിട്ട് പോയി എന്നൊക്കെ പറയാറുണ്ട്. സകല ഗുണങ്ങളും സകല കഴിവുകളും സകല കലകളും ഇവരിൽ നിക്ഷിപ്തമായിരുന്നു. ഇവരിലൂടെയാണ് എല്ലായിടത്തേക്കും പ്രചരിച്ചത്. അപ്പോൾ ഈ പുലസ്ത്യൻ എന്ന് പറയുന്ന ഋഷിയുടെ പുത്രനാണ് രാവണൻ. പൗലസ്ത്യ തനയൻ എന്ന് പറയാറുണ്ട്. കേകസി എന്ന് പറയുന്ന ഒരു രാക്ഷസ സ്ത്രീയിലുണ്ടായ പുത്രൻ. അപ്പോൾ അത് പിന്നെ അദ്ദേഹത്തിന് യക്ഷ കന്യകയിൽ ഒരു പുത്രനുണ്ടായി. അതാണ് കുബേരൻ എന്ന് പറയുന്ന ആൾ. അളകാപുരി ഭരിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഈ കേകസി പുലസ്ത്യനോട് സന്ധ്യാസമയത്ത് ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് പറയും. അപ്പോൾ ഋഷി പറയുന്നുണ്ട് അത് നല്ലതല്ല, തമസിൻ്റെ വിഷത്തിൻ്റെ കാലമാണ്, ആ സമയത്ത് പുത്രോത്പാദനമൊന്നും ശരിയല്ല, അതിനുള്ള സമയമല്ല ഇപ്പോൾ എന്ന് പറയുന്നത്. സന്ധ്യാവന്ദനത്തിൻ്റെ സമയമാണ്. ഋഷി ഇവർ നിർബന്ധിച്ചു. അങ്ങനെ ഉണ്ടായ പുത്രനാണ് രാവണൻ.
രാവണന് ശേഷം ഒരു പുത്രനുണ്ടായി, കുംഭകർണൻ, പിന്നീട് വിഭീഷണൻ. ഇങ്ങനെ 3 പേരാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, വാമനൻ്റെ കാലത്തിന് ശേഷം നാരായണൻ ഈ മുഴുവൻ സ്ഥലവും വാമനിലൂടെ ഏറ്റെടുത്ത് ദേവന്മാർക്ക് നൽകിയതാണ്. ഇന്ദ്രൻ പ്രബലനായി മാറി, രാക്ഷസന്മാർ പാതാളത്തിൽ വിളിച്ചു. അവർക്ക് പുറത്തു നിൽക്കാൻ പറ്റിയ രാജാക്കന്മാരൊന്നുമില്ല വലിയ കാലത്തിന് ശേഷം. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഈ കേകസിയുടെ പുത്രന്മാരൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ ഈ യക്ഷകന്യയിലുണ്ടായ പുത്രനായ കുബേരന് മറ്റൊരു പേരുണ്ടല്ലോ, എന്താണ് ഓർമ്മയുണ്ടോ? ഇന്നലെ പറഞ്ഞത് ഓർമ്മയില്ല? വൈശ്രവണൻ. അദ്ദേഹമാണ് ധനത്തിന്റെ അധിപനാണ്. രാവണന്റെ സഹോദരി ശൂർപ്പണഖ. അതെ, 3 പേരെ ആര്യ പറഞ്ഞു. ഈ 3 പേരെ ആ കൈകസിയിലുള്ളൂ. പിന്നെ ഇത് വേറെ ഉള്ളതാണ്. എന്നാലും സഹോദരിയാണ് എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ഈ വൈശ്രവണൻ തൻ്റെ തപസ്ഥിതി കൊണ്ടും കഴിവ് കൊണ്ടും മഹാദേവനെ തപസ് ചെയ്ത് ദിക്കധീശത്വം സ്വീകരിച്ചു. ദിക്കധീശത്വം എന്ന് വെച്ചാൽ ദേവതകളുണ്ട്. ഈ 8 ദിക്കുകൾക്ക് 8 ദേവതകളുണ്ട്. കിഴക്ക് ഇന്ദ്രൻ, അഗ്നി, യമൻ, നൃതി, വരുണൻ, വായു, കുബേരൻ, ശിവൻ. അങ്ങനെ ദിക്കിന് അധീശ ദേവതകളുണ്ട്. അതിൽ വടക്ക് വശത്തെ ദേവനായിട്ട് ഈ വൈശ്രവണൻ അധീശത്വം നേടി. അത് ശിവനെ തപസ് ചെയ്തതും അദ്ദേഹത്തിൻ്റെ കഴിവും ഒക്കെ കൊണ്ട് നേടിയതാണ്. അദ്ദേഹത്തിന് വളരെ സമ്പത്തുണ്ട്. അപ്പം അതുകൊണ്ട് കുബേരൻ സമ്പത്തിൻ്റെ നാഥനായിട്ട്, മഹാലക്ഷ്മി അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് സഹായിക്കാനായിട്ട്. വളരെയേറെ ധനം. അതുകൂടാതെ പുഷ്പകം എന്ന് പറയുന്ന ഒരു വിമാനം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വിശ്വകർമാവ് നിർമ്മിച്ചു കൊടുത്താണ്. അദ്ദേഹത്തിൻ്റെ ആ ധനം ഇപ്പോൾ പറഞ്ഞ നമ്മുടെ വലിയ പണക്കാർക്കൊക്കെ സ്വന്തമായിട്ട് ജെറ്റ് വിമാനമൊക്കെ ഇല്ലേ എന്ന് പറയുന്നത് പോലെ അന്നത്തെ ഏറ്റവും വലിയ പണക്കാരനാണ് അദ്ദേഹം. അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്ത് വിശ്വകർമാനെ വിളിച്ച് ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ടൊരു വിമാനം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് പുഷ്പക വിമാനം. അതിന് വളരെ സവിശേഷതകളുണ്ട്. കയറി ഇരുന്നിട്ട് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ തനി പൊക്കോളൂ. ചിന്തിക്കുന്നതിനനുസരിച്ച് പോകുന്ന വിമാനമാണ്. പിന്നെ ഒരു പ്രത്യേകത, ആളിനനുസരിച്ച് വലുതാവും. ഒരാളെ പോകുന്നുള്ളെങ്കിൽ ഒരാളുടെ സീറ്റേ കാണുള്ളൂ. 100 പേരെ വേനുണ്ടെങ്കിൽ 100 സീറ്റ് കാണും. അങ്ങനെയാണ്. അത് നമുക്ക് പിന്നീട് തിരിച്ച് ലങ്കയിൽ നിന്ന് ശ്രീരാമനും ഒക്കെ കൂടെ തിരിച്ചു വരുന്നത് ഈ പുഷ്പക വിമാനത്തിലാണ്. അപ്പൊ അത് അന്നേരം ഈ പറയുന്ന ഹനുമാനും സുഗ്രീവനും ഈ പറയുന്ന ആളുകൾ മുഴുവൻ അതിൽ കയറിയ തിരിച്ചു വന്നേ. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് പോകുന്നുണ്ടപ്പോൾ അങ്ങനെയും കൂടുതൽ ആൾ പോകണ്ടപ്പോൾ അതിനനുസരിച്ച് വിസ്തൃതമാകുകയും ചെയ്യുന്ന ഒരു കഴിവുണ്ട്. പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഇന്ധന ചെലവുകളൊന്നും ഇല്ല. ഇങ്ങനെ കുറച്ച് വായു വേഗതയുണ്ടെന്നാണ് പറയുക. കയറുന്ന ആളുടെ, അതായത് യജമാനനായിട്ട് ഒരാളെ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ യജമാനന്റെ ചിന്തയ്ക്കനുസരിച്ച് പോകാൻ കഴിവുള്ള വിമാനമാണ്. ഈ വിമാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഭാരതത്തിൽ പണ്ട് ഒരുപക്ഷെ വിമാനം കണ്ടുപിടിച്ചത് നമ്മളല്ലെങ്കിലും ഭാരതത്തിലെ പുരാതനമായ ശാസ്ത്രങ്ങളിൽ വൈമാനിക തന്ത്രം എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. അത് വളരെ കാലത്തിന് മുമ്പ് എഴുതപ്പെട്ടതാണ്. ആരാണ് എഴുതിയെന്ന് അറിയില്ല. അതിൽ 9 തരം വിമാനങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അമേരിക്കയിലെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ അതാണ്. പക്ഷേ അവർ വെളി പറയില്ല. ഇതിൻ്റെ 9ാമത്തെ വിമാനമാണ് പുഷ്പക വിമാനം. ചിന്തയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 5ാമത്തെ വിമാനമേ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളൂ. ശബ്ദത്തിനേക്കാൾ വേഗതയുള്ള സൂപ്പർസോണിക് തലത്തിലുള്ള വിമാനം. ഇനി 4 തരം വിമാനങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ വിമാനത്തിലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വിമാനമാണ് പുഷ്പകം. അതാണ് എൻ്റെ പ്രത്യേകത. അത് ഈ വൈശ്രവണൻ്റെതായിരുന്നു. അങ്ങനെ വൈശ്രവണൻ ഈ ഇളകാപുരി എന്ന് പറയുന്ന ലങ്ക അദ്ദേഹത്തിൻ്റെതായിരുന്നു. 2ാമതാണ് ഇളകാപുരി. ശ്രീലങ്കയിലാണ് അദ്ദേഹം വസിച്ചിരുന്നത്. അത് മുഴുവൻ സ്വർണ്ണമായിരുന്നു. അത് മകുടങ്ങളെല്ലാം സ്വർണ്ണമായിട്ട്, സമ്പത്ത് ഒരുപാടുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഈ രാവണാദികൾ കാട്ടിലിങ്ങനെ കഴിയുന്ന കാലത്ത് ഈ അമ്മ ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുമ്പോൾ മുകളിൽ കൂടെ ഈ സ്വർണ്ണ നിറത്തിൽ ഈ പുഷ്പകുമാനം പോവുകയും അതിൽ ഇദ്ദേഹം വളരെ പ്രൗഢിയോടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ രാവണൻ ചോദിച്ചു, ആരാണ് അത്? നിന്റെ ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ്റെ മകൻ തന്നെയാണ്. ഇദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. ഞങ്ങളിങ്ങനെ കാട്ടിൽ പേടിച്ച് കിട്ടുന്നതൊക്കെ കഴിച്ച് ജീവിക്കുന്നു. അദ്ദേഹം വളരെ രാജകീയമായി കഴിയുന്നു. അപ്പോൾ ഈ ലങ്കയെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ട്. ലങ്കയുടെ പൂർവിക കഥ പറയുന്നത്
സമുദ്രത്തിൽ ത്രികുടാചലം എന്ന് പറയുന്ന ഒരു പർവ്വതം ഉണ്ടായിരുന്നു ഈ ലങ്ക നിൽക്കുന്നിടത്ത്. വായുവും വാസുകിയും തമ്മിൽ ഒരു മത്സരം ഉണ്ടാവുന്നുണ്ട്. എന്തിൻ്റെയോ പേരിലൊരു മത്സരം ഉണ്ടാവുന്നു. തമ്മിൽ ആർക്കാണ് ബലം കൂടുതലെന്നുള്ള ഒരു മത്സരം. ഒടുവിൽ അവർ തമ്മിൽ അതൊരു പോരിലേക്ക് എത്തുകയും തർക്കത്തിലെത്തിയ സമയത്ത് ഈ മന്ദരപർവ്വതത്തിൽ വാസുകി ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയും വായുവിനോട് പറയുന്നു, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇതിനെ ഇളക്കാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞു, നിന്റെ ശക്തിയെ ഞാൻ അംഗീകരിക്കുന്നു. വാസുകി മോശക്കാരനല്ല, വായു മോശമല്ല. വായു മുഴുവനായിട്ട് ഉൾവലിഞ്ഞു എന്നാണ് പറയുന്നത് ഈ ഇതിനെ തെറിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇവിടുത്തെ ജീവജാലങ്ങൾക്കൊന്നും ശ്വാസം കിട്ടാതെ അപ്പോഴേ ബ്രഹ്മാവൊക്കെ ഇടപെട്ടു. മഹാവിഷ്ണു വായുവിനോട് പറഞ്ഞു, അങ്ങ് നിസാര കാര്യത്തിന് ഇങ്ങനെ ദേഷ്യപ്പെടുകയും ബഹളമൊക്കെ ഉണ്ടാക്കുകയും ചെയ്താൽ ഈ ഭൂതങ്ങൾക്കെല്ലാം പ്രശ്നമാവില്ല, അതുകൊണ്ട് അങ്ങ് അല്പം ഒന്ന് സ്വസ്ഥമാവേണ്ടേ എന്ന് ചോദിച്ചു. പറഞ്ഞ് ഞാൻ അങ്ങ് പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞു. വസുകി എടുത്തും മഹാദേവൻ പറഞ്ഞു, ഇത്തരം നിസാര കാര്യങ്ങൾ നിങ്ങളിങ്ങനെ അടിയൊക്കെ കൊള്ളാമെന്ന്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ. അങ്ങനെ വസുകി തൻ്റെ ചുറ്റൊന്ന് അഴിച്ച സമയത്ത് വായു വീശി ഒരു അടിയടിച്ചെന്ന് പറഞ്ഞു. ഒതുങ്ങിയെന്ന് വിചാരിച്ചാണ് ഒരു അടിയടിച്ചു. ഈ സമയത്ത് ഈ വിന്ധ്യപർവ്വതത്തിൻ്റെ മന്ദരപർവ്വതത്തിൻ്റെ മേളത്തെ ഒരു ഭാഗം അടന്നുപോയി. അത് ചെന്ന് വീണ് ഈ ത്രികുടാചലത്തിൽ വന്ന് വീണു. അതാണ് പിന്നീട് ലങ്കയായിട്ട് മാറിയത്. അത് അതിൻ്റെ അടിയിൽ ഈ ശ്രീലങ്ക നിൽക്കുന്നതിൻ്റെ അടിയിൽ ഒരു പർവ്വതം പോലെ അടിയിൽ സ്ഥലമുണ്ടെന്ന് ഇപ്പോഴും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് പിന്നീട് ദിക്കദീശം കിട്ടിയ വൈശ്രവണന് താമസിക്കാനുള്ള സ്ഥലമായിട്ട് കൊടുക്കുന്നു. അദ്ദേഹം അവിടെ വിശ്വകർമാവിനെ കൊണ്ട് തന്നെ വലിയൊരു പട്ടണം നിർമ്മിക്കുകയും അതിന് ഈ ലങ്ക എന്ന് പേരിടുകയും ചെയ്തു. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞ് രാവണൻ ഇനി ഇങ്ങനെ കാട്ടിൽ കഴിഞ്ഞാൽ പോരാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ പോവാണ്. കൂടെ വിഭീഷണനും കുംഭകർണനും കൂടെ പോയി. ഇവരൊക്കെ തീവ്രമായ തപസ്, വളരെ കാലം ഈ പറഞ്ഞ പോലെ പഞ്ചാഗ്നി മധ്യത്തിൽ ഒറ്റക്കാലിലൊക്കെ നിന്ന് വായുവിനെ വരെ ഉള്ളിലേക്ക് ഒതുക്കി തപസ് ചെയ്തു. തപസ്സിൻ്റെ കൂടി വന്ന അതിൻ്റെ ചൂടൊക്കെ കൂടി വന്ന സമയത്ത് ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. 10,000 കൊല്ലം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. വരം എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ രാവണൻ പറഞ്ഞു, എനിക്ക് അമരത്വമാണ് വേണ്ടത്, പക്ഷേ മരണമില്ലാത്ത അവസ്ഥ, എനിക്ക് മരണമില്ലാത്ത അവസ്ഥയാണ് വേണ്ടത്. അപ്പോൾ ബ്രഹ്മ പറഞ്ഞു, അത് പറ്റില്ല, ജനിച്ചവരൊക്കെ മരിച്ചേ പറ്റൂ, അതുകൊണ്ട് മരണമില്ലാത്ത അവസ്ഥയൊന്നും ആർക്കും തരാനായിട്ട് പറ്റില്ല. പിന്നെ എന്ത് പറ്റി? പിന്നെ എന്ത് ചെയ്തു? എന്തെങ്കിലുമൊക്കെ പോംവഴികൾ നിർദ്ദേശിക്കാം. അങ്ങനെ രാവണൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അപ്പോൾ ശരി, കൊല്ലാൻ സാധ്യതയുള്ള ആരൊക്കെ ആയിരിക്കും എന്നുള്ള ചിന്താഗതി ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ആദ്യം വരുന്നത് ദേവന്മാരാണ്. പറഞ്ഞു വെച്ചത്, ഈ രാവണൻ ബ്രഹ്മാവിനോട് വരം ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ആദ്യം രാക്ഷസർക്കെതിരെ അല്ലെങ്കിൽ അസുരന്മാർക്കെതിരെ വരാൻ സാധ്യതയുള്ളത് ദേവന്മാരാണ്. ദേവന്മാരാൽ വധിക്കപ്പെട്ടത്. പിന്നെ ഒന്നുകൂടെ വെച്ചു, ദാനവന്മാരെന്ന് പറയുന്ന കുറച്ചൊരു വേറെ ഉണ്ട്, യക്ഷ കിന്നരാദികളൊക്കെ ഉണ്ട്. ഇങ്ങനെ സാമാന്യമായിട്ടുള്ള ആളുകളുടെ എല്ലാം പേര് പറഞ്ഞു. മനുഷ്യനെ മാത്രം വെറുതെ വിട്ടു എന്നാണ് പറഞ്ഞത്. കാരണം മനുഷ്യൻ ഇദ്ദേഹത്തിന് മുന്നിൽ ആരുമല്ല. ഇത്രയും വലിയ ആൾക്ക്, ഇത്രയും അതീശത്തുള്ള ആൾക്ക് മനുഷ്യൻ വലിയ കാര്യമല്ല. അങ്ങനെ അതുകൊണ്ട് മനുഷ്യരെ വെറുതെ വിട്ടു. അങ്ങനെ വരം വാങ്ങി. അപ്പോൾ ഇനിയിപ്പം ആരെയും പേടിക്കണ്ടല്ലോ. പിന്നെ ഇദ്ദേഹത്തിന് അല്ലാതെ തന്നെ കുറച്ച് കഴിവുകളുണ്ട്. ഇദ്ദേഹം ബ്രഹ്മാവിൻ്റെ പൗത്രനാണ്, പൗലസ്ത്യ തനയനാണ്. അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിന് ശാസ്ത്രങ്ങളിലൊക്കെ നല്ല അറിവായി. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ആയുർവേദത്തിൽ വലിയ അറിവുണ്ട്, ധനുർവിദ്യയിൽ അറിവുണ്ട്, സംഗീതത്തിൽ അറിവുണ്ട്. അങ്ങനെ ഒരുപാട് അറിവുകളും കലകളും ഒക്കെ ഉണ്ട്. അദ്ദേഹം അതിമാനുഷികനാണ്. പിന്നീടോ വീണ്ടും തപസ് ചെയ്ത് 10 തലയും 20 കൈയൂടെ ഒഴിച്ചു. അപ്പം ആലോചിച്ചുള്ളൂ. അങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്ന വിഭീഷണനും കുംഭകർണനും എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അടുത്ത വീഴും കുംഭകർണൻ്റെ ഇടാണ്. കുംഭകർണൻ പറഞ്ഞു, ഇപ്പം ദേവന്മാർ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, ഇദ്ദേഹം അമരത്വമാണ് ചോദിക്കുന്നത്. എല്ലാവരും ആദ്യം ചോദിക്കാനുള്ള ഉദ്ദേശം ഇതായിരിക്കുമല്ലോ. അപ്പോൾ സരസ്വതി ദേവിയോട് പറഞ്ഞു, ഈ കുംഭകർണൻ്റെ നാവിൽ ഇത്തിരി നേരം പോയി നിൽക്കണം. കാരണം കുംഭകർണൻ മറ്റേയാളെ പോലെയല്ല, കൂടുതൽ അപകടകാരിയാണ്. അതുകൊണ്ട് നാവിൽ ഇത്തിരി നേരം ഇരിക്കണം പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഇരുന്നു. അമരത്വം ചോദിച്ചതിന് പകരം നിദ്രത്വം ചോദിച്ചു. അപ്പം ഇവരുടെയൊക്കെ വരം പൊതുവെ തഥാസ്തു, ഇങ്ങനെ വരട്ടെ എന്നാണ്. ഇങ്ങനെ ഉറങ്ങിക്കൊള്ളാനുള്ള ഇതായി. പറ്റിയ അബദ്ധം പിന്നീട് തന്നെ മനസ്സിലായത്, അതെനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, അതൊന്ന് ചുരുക്കി തരണം. എന്നാൽ ശരി, 6 മാസം ഉറങ്ങുന്നു, ഇന്നോട്ടെ 6 മാസം ഉറങ്ങിക്കോട്ടെ. ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയാൽ
അപകടമാണ് എന്നും കൂടെ പറഞ്ഞു. പിന്നെ അടുത്തത് വിഭീഷണൻ്റെതാണ്. വിഭീഷണൻ ഈ കാര്യങ്ങളൊന്നുമല്ല ചോദിച്ചത്. അദ്ദേഹത്തിന് ശരിയായ പാണ്ഡിത്യവും ഈശ്വരനെ ലഭിക്കാനുള്ള ആഗ്രഹമൊക്കെയാണ് പറഞ്ഞത്. സാത്വികമായ മനസ്സുണ്ടാവണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ രാവണൻ്റെ ഉടനെ ഒന്ന് നോക്കി, ഇത് ഇത്രയും കാലം തപസ് ചെയ്തിട്ട് ഇതാണോ നിനക്ക് ആവശ്യം എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും വേണ്ടിയില്ല. അങ്ങനെ ഇത് കൂടാതെ ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അഹങ്കാരം കൂടി. ആദ്യം പോയി സ്വർഗത്തെ ആക്രമിച്ചു, ഇന്ദ്രനെ പരാജയപ്പെടുത്തി, യമൻ്റെ ലോകത്തെത്തി, യമനോട് യുദ്ധം ചെയ്തു. ഒടുവിൽ യമന് മനസ്സിലായി, യമൻ ശിവനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ രാവണൻ്റെ കാലമാണ്, തൽക്കാലം ഒരു സഖ്യം ചെയ്ത് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ യമൻ രാവണനുമായിട്ട് ഒരു സഖ്യം ചെയ്തിട്ട് തൽക്കാലം യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. വളരെ ഘോരമായ യുദ്ധം നടന്നിട്ടുണ്ട്. പിന്നീട് നേരെ ജ്യേഷ്ഠൻ്റെ അടുത്താണ് പോയി. വൈശ്രവണൻ്റെ ലങ്കയിലേക്ക് പോയി വൈശ്രവണനെ പരാജയപ്പെടുത്തി. വൈശ്രവണൻ ആദ്യം അനുജനെയൊക്കെ കാര്യമായിട്ട് വിളിക്കുകയും വാ നമുക്കിരിക്കാം, കാര്യം ഒന്നും പോരാന്ന് പറഞ്ഞു. അങ്ങനെ യക്ഷന്മാരുമായിട്ട് ഭയങ്കര യുദ്ധമൊക്കെ ഉണ്ടാവുന്നുണ്ട്. യക്ഷന്മാരുടെ രാജാവും കൂടെയാണ്. ഒടുവിൽ അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ പുഷ്പവിമാനം അങ്ങനെയാണ് രാവണൻ കൈവശപ്പെടുത്തുന്നത്. ആ സ്ഥലവും കൈവശപ്പെടുത്തി. ഒടുവിൽ അളകാപുരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വൈശ്രവണൻ പോയി താമസിക്കുകയാണ്. അങ്ങനെ ആ കാലത്ത് പ്രബലരായിട്ടുള്ള എല്ലായിടത്തും അദ്ദേഹം യുദ്ധം ചെയ്യും. സമുദ്രത്തിനോട് യുദ്ധം ചെയ്യാൻ പോയി. സമുദ്രവും പറഞ്ഞു തൽക്കാലം വിട്ടേക്കുന്നു. അങ്ങനെ ഓരോരുത്തരും മടങ്ങിപ്പോയി. ഈ സമയത്ത് നാരദര് നേരത്തെ പറഞ്ഞതുപോലെ വരുന്നുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് നാരദരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ അല്ലെ ഹിമാലയത്തിൻ്റെ കൈലാസത്തിൻ്റെ മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്, ജടയും ഒക്കെ ധരിച്ചിരിക്കുക. അയാൾ വലിയ കാര്യമൊന്നുമല്ല, ഇനി അയാളാണ് ഇച്ചിരി കുഴപ്പക്കാരനെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഒരാളുണ്ട്, എന്നെ അങ്ങോട്ട് പൊക്കളയെന്ന് പറഞ്ഞ് രാവണൻ ഈ തലയും കൈയും ഒക്കെ ആയിട്ട് നേരെ അങ്ങോട്ട് വെച്ച് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ മേളിൽ വരെ കയറണ്ട, താഴെ വെച്ച് തന്നെ ഉരുട്ടി താഴെ ഇടാമെന്നുള്ള ഉദ്ദേശത്തിൽ തൻ്റെ 20 കൈകളൂടെ എടുത്ത് ഈ കൈലാസത്തിൻ്റെ പർവ്വതത്തിൻ്റെ കീഴിലേക്ക് തള്ളിക്കയറ്റി ഒരു കുലുക്കുലിക്കെന്ന് പറയുന്നത്. ഈ സമയത്ത് ശിവനൊന്ന് കുലുങ്ങി, പാർവതി പേടിച്ചു, ഭഗവാനെ കെട്ടിപ്പിടിച്ചു എന്ന് പറയാം. അത്ര പേടിച്ചു. ഭഗവാൻ മനസ്സിലായി ആൾ വന്നിട്ടുണ്ട്, കുഴപ്പമാണെന്ന്. അപ്പോൾ ഭഗവാൻ തന്നെ തള്ള വിരൽ കൊണ്ട് അമർത്തി പിടിച്ചെന്ന് പറഞ്ഞു. 20 കൈയും ഈ പർവ്വതത്തിനിടയിൽ കുടുങ്ങിപ്പോയി. ഒരു നിവർത്തിയില്ല, ഊരാനും വയ്യ, പോകാനും വയ്യ, ഒന്നും വയ്യ. അവസാനം മനസ്സിലായി മോളി ഇരിക്കുന്ന ആള് അവിടെ നിസാരക്കാരനല്ല എന്നോ. അവിടെ അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന പാട്ടാണ്, നാമമാണ് രാവണ വിരചിത ശിവ താണ്ഡവ സ്തോത്രം. വളരെ വളരെ ഗംഭീരമാണ്. അത് നമ്മുടെ ഏതോ ഒരു പഴയ സിനിമയിലൊക്കെ വളരെ കാര്യമായിട്ടുണ്ട്. സാധാരണ പാട്ടിറങ്ങൊന്നും പാടാൻ പറ്റത്തില്ല. അതെ അതെ അതെ, വളരെ കാര്യമായിട്ടുള്ള പാട്ടാണ്. ആ ഡമരുവിന്റെ ശബ്ദമൊക്കെ പറയുന്ന കേട്ടാൽ നമ്മള് വളരെ ആവേശമുള്ള. ശിവരാത്രിക്ക് ഒരിക്കൽ സദ്ഗുരു അവിടെ ചൊല്ലിച്ചു, പത്രകേമമായിട്ട് കേട്ടിട്ട്. ഇത് പാട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭഗവാന് സന്തോഷമായി, കാല് പതുക്കെ അയച്ചു, ആശ്വാസത്തിൽ കൈയെല്ലാം മാറ്റി, ചുമന്നൊക്കെ തുടുത്തെല്ലാം ആയെന്ന് പറയാം. ഇങ്ങനെ ഭഗവാന്റെ പാദത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ഭഗവാന്റെ ഉത്തമ ഭക്തനായിട്ട് മാറി. ഇനി ശിവനെ ലങ്കയെ കൊണ്ടുപോകാനുള്ള പരിപാടിയൊക്കെ കുറച്ച് നോക്കിയും അങ്ങനെ ശിവൻ കൂടെ പോവുകയൊക്കെ ചെയ്തു. ഒടുവിൽ പാർവതി ഇടപെട്ട് എങ്ങനെയും തിരിച്ചു കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ലക്ഷ്മിയെ ലങ്കാലക്ഷ്മിയായിട്ട് കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. അങ്ങനെയൊക്കെ കുറേ തരത്തിൽ ഇദ്ദേഹം നദീശത്വം നേരിടുന്നു. ശിവനാ പിന്നെ ആകെ ഇദ്ദേഹത്തിന് പേടിയുള്ള ശിവനെ മാത്രമാണ്. പിന്നെയും അഹങ്കാരം കൂടി ഒരുപാടെടുത്ത് നടന്ന് ശാപം മേടിച്ച ഇത്രയും വലിയ ആൾ ലോകത്തില്ലെന്ന് പറയും. ഒരു സിദ്ധിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരിടത്ത് തപസ് ചെയ്തിരുന്നു. വിഷ്ണുവിനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തപസ് ചെയ്തിരുന്നു. അവിടെ പോയി അവരെ കടന്നു പിടിക്കാനൊക്കെ ശ്രമിക്കുകയും